ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലിസ്റ്റ് ആൻഡ് ടപ്പിൾ. അത് രണ്ടും എന്താണ്, അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ്. ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു കളക്ഷനാണ്. ആ കളക്ഷനിൽ നമുക്ക് പല ഒബ്ജക്ട്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പല ഒബ്ജക്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കളക്ഷനെയാണ് ലിസ്റ്റ് അല്ലെങ്കിൽ ടപ്പിൾ എന്ന് പറയുന്നത്. അതൊരു സ്പെസിഫിക് ഓർഡറിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുക. നമ്മൾ സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടർ സ്പെസിഫിക് ഓർഡറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നില്ലേ, അതുപോലെ തന്നെ ഇവിടെ ലിസ്റ്റിലും ടപ്പിളിലും സ്റ്റോർ ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് അല്ലെന്നേ ഉള്ളൂ. ക്യാരക്ടേഴ്സും സ്റ്റോർ ചെയ്യാം, പക്ഷെ അവിടെ ഇൻറ്റിജർ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, ഫ്ലോട്ട് സ്റ്റോർ ചെയ്യാം, സ്ട്രിങ് സ്റ്റോർ ചെയ്യാം, അങ്ങനെ പലതരത്തിലുള്ള. അത് ഒരു ലിസ്റ്റിൽ എല്ലാം ഇൻറ്റിജർ ആവണമെന്നില്ല. ഒരു ഇൻറ്റിജർ ആദ്യത്തെ ഇൻറ്റിജർ ആകാം, രണ്ടാമത്തെ ഫ്ലോട്ട്, മൂന്നാമത്തെ സ്ട്രിങ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ലിസ്റ്റ് ആൻഡ് ടപ്പിൾ എന്ന് പറയുന്നത്. ഇത് തമ്മിൽ കുറച്ച് ഡിഫറൻസസ് ഉണ്ട്, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൽ സിൻടാക്സ് ഡിഫറൻസ് ഉണ്ട്. അതായത് ലിസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ മെത്തേഡിൽ ഡിഫറൻസ് ഉണ്ട്. ലിസ്റ്റ് ആണെങ്കിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുക. ടപ്പിൾ ആണെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ആണ് ഉപയോഗിക്കുക. ടപ്പിളിന്റെ കേസിൽ റൗണ്ട് ബ്രാക്കറ്റ് ഉപയോഗിച്ചില്ലെങ്കിലും, ഒരു ബ്രാക്കറ്റ് ഉപയോഗിക്കാതെ നമ്മൾ ഒരു വേരിയബിൾ നെയിം ഈക്വൽ ടു ഇപ്പോൾ 5, 3.14, അങ്ങനെ എഴുതുകയാണെങ്കിൽ അതൊരു ടപ്പിൾ ആയിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുക. സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ആയിട്ട് ഡിഫൈൻഡ് ആവും. റൗണ്ട് ബ്രാക്കറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ഒരു ബ്രാക്കറ്റ് ഉപയോഗിച്ചില്ലെങ്കിലും അത് ടപ്പിൾ ആയിട്ട് ഡിഫൈൻഡ് ആവും. പിന്നെ ഇവിടെ അടുത്ത ഡിഫറൻസ് മ്യൂട്ടബിലിറ്റി ആണ്. മ്യൂട്ടബിലിറ്റി എന്താണ് നമ്മൾ സ്ട്രിങ്ങിന്റെ കേസിൽ പറഞ്ഞതാണ്. മ്യൂട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു തവണ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള കമ്പോണൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ടപ്പിളിന്റെ കേസിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇത് തമ്മിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അതാണ്, ലിസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, ടപ്പിൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു ഡിഫറൻസ് ആണ് സൈസിൽ. ഈ ടപ്പിളിന്റെ സൈസ് കുറച്ച് കുറവായിരിക്കും. അത് കുറവാകാനുള്ള കാരണം ഈ ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ടാണ്. ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട് അത് ചേഞ്ച് ചെയ്യാവുന്ന രീതിയിൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ച് സൈസ് കുറവായിരിക്കും. പക്ഷെ നമുക്കത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിലൊന്നും അത് നോട്ടീസ് ചെയ്യാൻ പറ്റില്ല, സൈസ് ഡിഫറൻസ്. സൈസ് കുറവായതുകൊണ്ട് തന്നെ ഈ ടപ്പിൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പ്രോഗ്രാം റൺ ആവും. പക്ഷെ ഈ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. അത് വലിയ ഒരു ലിസ്റ്റിന്റെ ടപ്പിളിന്റെ സൈസ് വളരെ വലുതാകുമ്പോൾ മാത്രമേ സ്പീഡിലുള്ള ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കേസിൽ ഇത് രണ്ടിനും ഒരേ സ്പീഡായിരിക്കും ഏകദേശം. അപ്പൊ ഇതാണ് ലിസ്റ്റ് ടപ്പിൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു. സിൻടാക്സിൽ ഡിഫറൻസ് ഉണ്ട്, മ്യൂട്ടബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ട്, സൈസിൽ ഡിഫറൻസ് ഉണ്ട്. സൈസിൽ ഡിഫറൻസ് ഉള്ളതുപോലെ തന്നെ സ്പീഡിലും ഡിഫറൻസ് ഉണ്ട്. സൈസ് കുറഞ്ഞതായിരിക്കും ഫാസ്റ്റ് ആയിട്ട് റൺ ആവുക. ഇനി നമ്മൾ സ്ട്രിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റിലും കുറെ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. L ഈക്വൽ ടു 1, 2, 3, ഒരു സ്ട്രിങ്, അത് ഇൻവെർട്ടഡ് കോമയിൽ കൊടുക്കണം. സ്പാം എന്ന് പറഞ്ഞൊരു വാക്ക് കൊടുത്തു, 1.23, അതൊരു ഫ്ലോട്ട് ആണ്. അപ്പോൾ ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്ക്വയർ ബ്രാക്കറ്റിലാണ് അത് എഴുതേണ്ടത്. അതിനുള്ളിൽ ഒബ്ജക്ട്സ് കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ളിലെ ഒബ്ജക്ട്സ് എല്ലാം ഇൻറ്റിജർ ആകണമെന്നോ ഫ്ലോട്ട് ആകണമെന്നോ ഒന്നും നിർബന്ധമില്ല. അത് മിക്സ്ഡ് ആയിട്ട് വരാം, ഡിഫറെന്റ് ടൈപ്സ് പറ്റും. അതാണ് ലിസ്റ്റ്. ഇങ്ങനെയാണ് ലിസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ടപ്പിളിനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ T ഈക്വൽ ടു ഒരു വേരിയബിൾ നെയിം കൊടുക്കുന്നു. ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പകരം റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം. അപ്പോൾ അതൊരു ടപ്പിൾ ആയിട്ടായിരിക്കും ഡിഫൈൻഡ് ആവുക. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കാതെ L ഈക്വൽ ടു 1, 2, 3, ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് സ്പാം 1.23 എന്ന് കൊടുക്കുകയാണെങ്കിലും അതൊരു ടപ്പിൾ ആയിട്ടായിരിക്കും ഡിഫൈൻഡ് ആവുക. ലിസ്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിക്കണം. ടപ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്ട്രിങ്ങിൽ പറഞ്ഞതുപോലെ
ഇതിന്റെ ലെങ്ത് കാണാൻ എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എത്ര ഡേറ്റ ഉണ്ട്, എത്ര നമ്പർ ഓഫ് ഡേറ്റ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആണ് നമ്മൾ ലെങ്ത് ഉപയോഗിക്കുന്നത്. ലെങ്ത് ഓഫ് എൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര ഡേറ്റാസ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ഈ കേസിൽ 1, 2, 3 ഡേറ്റ ആണുള്ളത്. അപ്പോൾ ലെങ്ത് ഓഫ് എൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. പിന്നെ സ്ട്രിങ്ങിന്റെ കേസിലുള്ള എല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇൻഡെക്സിംഗ് ഉണ്ട്. ഈ ഫസ്റ്റ് ക്വാണ്ടിറ്റി 0th ഇൻഡെക്സ് ആണ്, 0th ഇൻഡെക്സിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇത് ഫസ്റ്റ് ഇൻഡെക്സ് ആണ്, ഇത് സെക്കൻഡ് ഇൻഡെക്സ് ആണ്. അപ്പോൾ എൽ ഓഫ് 0 എന്ന് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എൽ സ്ക്വയർ ബ്രാക്കറ്റിൽ 0 എന്ന് കൊടുത്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് കിട്ടും. അത് 1, 2, 3 എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ട്രിങ്ങിൽ പറഞ്ഞതെല്ലാം വർക്ക് ചെയ്യും. സ്റ്റാർട്ട്, എൻഡ്, സ്റ്റോപ്പ് ആ രീതിയിൽ ഉള്ളതെല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ ഈ കേസിൽ എൽ സ്ക്വയർ ബ്രാക്കറ്റിൽ :-1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? എൽ സ്ക്വയർ ബ്രാക്കറ്റിൽ :-1 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? നമ്മൾ സ്ട്രിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? മിഥുൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. 1 2 3 spam 1 2 3 spam 1 2 3 സ്പാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. 1 2 3 സ്പാമും കിട്ടും. ഇവിടെ -1 എന്ന് കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഇൻഡെക്സ് ആണ്. പക്ഷെ അതിന് തൊട്ട് മുന്നേ ഉള്ള ഇൻഡെക്സ് വരെ പ്രിന്റ് ചെയ്യുള്ളൂ. അതുപോലെ ലിസ്റ്റിൽ പറഞ്ഞ പോലെ നമുക്ക് കൺകാറ്റിനേഷൻ ചെയ്യാം. അതായത് ഒരു ലിസ്റ്റും വേറൊരു ലിസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് വലിയ ലിസ്റ്റ് ആക്കി മാറ്റാം. ഇവിടെ എല്ലാം ഒരു ലിസ്റ്റാണ്, ഇത് വേറൊരു ലിസ്റ്റാണ്. ലിസ്റ്റിൽ 4 5 6 എന്ന നമ്പേഴ്സ് ഉള്ള ഒരു ലിസ്റ്റാണ്. അത് തമ്മിൽ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലിസ്റ്റും രണ്ടാമത്തെ ലിസ്റ്റും കൂടെ ചേർത്ത് വലിയൊരു ലിസ്റ്റ്, പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കും. റൺ ചെയ്യുമ്പോൾ 1 2 3 സ്പാം ഉണ്ട്, 1.23 4 5 6 കൂടെ ചേർത്ത് വലിയൊരു ലിസ്റ്റ് ആക്കി മാറ്റി. അപ്പോൾ സ്ട്രിങ്ങിൽ ചെയ്യാവുന്ന എല്ലാ ഓപ്പറേഷൻസും ഇവിടെയും ചെയ്യാം. അതുകൊണ്ട് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ഇതിൽ പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നത്, സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത് ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതിൻ്റെ അകത്തെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, പുതിയ ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ലിസ്റ്റിന്റെ കേസിൽ ഇത് മ്യൂട്ടബിൾ ആണ്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണിത്. l.append എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എന്ത് കൊടുക്കുന്നോ അത് ആ ലിസ്റ്റിലേക്ക് ആഡ് ആവും. പുതിയൊരു ഒബ്ജക്റ്റ് ആയിട്ട് അതിന്റെ അവസാനം ആഡ് ആവും. അപ്പോൾ ഒന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ? എല്ലിലുള്ള 1 2 3 സ്പാം 1.23 എന്നായിരുന്നു. അതിലേക്ക് ni എന്ന ഒരു ഒരു സ്ട്രിങ് കൂടെ ആഡ് ചെയ്തു. ഇതിന് തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് എൽ പ്ലസ് ഒരു ലിസ്റ്റ് ആഡ് ചെയ്തല്ലോ. പക്ഷെ അത് എല്ലിന് ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല ഇവിടെ. അതൊരു പുതിയ ലിസ്റ്റ് ജനറേറ്റ് ചെയ്യാണ്. എല്ലും വേറൊരു ലിസ്റ്റും കൂടെ ചേർത്ത് ഒരു ലിസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. അവിടെ എല്ലില് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ l.append ചെയ്തപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന എല്ലില് ഈ സ്ട്രിങ് ആഡ് ആയത്. ഇവിടെ ഇതിപ്പോൾ നമ്മളൊരു സ്ട്രിങ് ആണ് ആഡ് ചെയ്തത്. ഇവിടെ 2 8 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ ആ എല്ലിന്റെ കൂടെ ഒരു 8 കൂടെ ആഡ് ചെയ്യും. ഇതിപ്പോ നമ്മൾ ആദ്യം ni ആഡ് ചെയ്തിരുന്നു, അതുകൊണ്ട് എല്ലിൽ ചേഞ്ച് ഉണ്ടായി. പിന്നെ 8 കൂടെ ആഡ് ചെയ്തു. ഇത് വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലിൽ ഓൾറെഡി ഒരു 8 ആഡ് ചെയ്തു. ഇത് വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ ഒരു 8 കൂടെ ആഡ് ചെയ്യും, വീണ്ടും 8 ആഡ് ചെയ്യും.
കണ്ടോ, ആദ്യം ഒരു 8 ആഡ് ചെയ്തിരുന്നു, വീണ്ടും 8 ആഡ് ചെയ്തു, ഇതൊന്നുകൂടെ റൺ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു 8 കൂടെ ആഡ് ചെയ്യപ്പെടും. അങ്ങനെയാണ് ലിസ്റ്റിൽ ഒരു വാല്യൂ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഈ അപ്പൻഡ് എന്നുള്ള ഫംഗ്ഷൻ. അതുപോലെ തന്നെ വേറൊരു ഫംഗ്ഷനാണ് പോപ്പ്. പോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് ബ്രാക്കറ്റിൽ നമ്മളൊരു ഇൻഡെക്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഡെക്സിലുള്ള വാല്യൂ ഒബ്ജക്റ്റ് ആ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഏത് ഇൻഡെക്സ് ആണോ കൊടുക്കുന്നത് ആ ഇൻഡെക്സിലെ വാല്യൂ അവിടുന്ന് റിമൂവ് ചെയ്യപ്പെടും. ആ റിമൂവ് ചെയ്യപ്പെട്ട വാല്യൂ നമ്മളെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ സെക്കൻഡ് ഇൻഡെക്സിലുള്ളത് ഏതാണ്? 0, 1, 2 NI എന്നുള്ള സ്ട്രിങ് ആണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ l.pop2 എന്നുള്ള റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ NI എന്നുള്ള വാല്യൂ ഈ ഒബ്ജക്റ്റ് ഈ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടുകയും ചെയ്യും. ഈ NI ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. കണ്ടോ? ഇനി നമ്മൾ L പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ N ഉണ്ടാവില്ല, NI എന്നുള്ള അതുണ്ടാവില്ല. കണ്ടോ, അതിൽ നിന്ന് NI പോയി, NI പോവുകയും ചെയ്യും. അത് നമുക്ക് ആ എടുത്ത് കളഞ്ഞ റിമൂവ് ചെയ്ത് കളഞ്ഞ ഒബ്ജക്റ്റിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. അതിനുള്ളതാണ് ഈ പോപ്പ് എന്നുള്ളത് ഇത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമുക്ക് സോർട്ട് ഉണ്ട്, സോർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ട്രിങ്സ് ആണെങ്കിൽ അത് പറ്റുള്ളൂ. ഇപ്പോൾ സ്ട്രിങ് ആണെങ്കിൽ ഒന്നെങ്കിൽ സ്ട്രിങ് മാത്രമായിരിക്കണം, അല്ലെങ്കിൽ നമ്പർ മാത്രമായിരിക്കണം. ഇപ്പോൾ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നു, M ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൽ BB, AA, CC, ഇതെല്ലാം സ്ട്രിങ് ആണ്. അതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് m.sort റൺ ബ്രാക്കറ്റ് ഉപയോഗിക്കാം. അത് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ആവും. A ആദ്യം വരും, പിന്നെ BB വരും, പിന്നെ CC വരും. അങ്ങനെ സോർട്ട് ചെയ്യാൻ നമുക്ക് ഫംഗ്ഷൻ ഉണ്ട് ലിസ്റ്റിന്. ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പോൾ ഒരു ലിസ്റ്റിൽ ഒരു ഓർഡറിലാണ് ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ ഓർഡർ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ചെയ്യാം. ഇവിടെ AA, BB, CC എന്നാണ് എമ്മിൽ ഉള്ളത്. നമുക്ക് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? CC, BB, AA എന്ന് കിട്ടും. ഇതാണ് ലിസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പറേഷൻസ്. അതായത് സ്ട്രിങ്സിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഇതിലും ചെയ്യാം. അതായത് ഇൻഡെക്സിങ് ഉണ്ട്, സ്ലൈസിങ് ചെയ്യാൻ പറ്റും, 0, 1, 2, 3 എന്നുള്ള ഇൻഡെക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് -1, -2 എന്നുള്ള ഇൻഡെക്സിങ് ഉണ്ട്. ഈ കൺകാറ്റനേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ പുതിയതായിട്ട് ലിസ്റ്റ് മ്യൂട്ടബിൾ ആയതുകൊണ്ട് പുതിയതായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ ആഡ് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ സോർട്ട് ചെയ്യാൻ പറ്റും, ഓർഡർ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇത്ര മാത്രമല്ല, നമുക്ക് ലിസ്റ്റിൽ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് സ്ട്രിങ്ങിൽ ചെയ്ത പോലെ dir ബ്രാക്കറ്റിൽ M അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ ഫംഗ്ഷൻ ഇതിലുണ്ട് എന്ന് കാണിച്ചു തരും. ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ട് ഇതിൽ. റിമൂവ്, റിവേഴ്സ്, പോപ്പ്, സോർട്ട്. ഇതിൽ കുറച്ച് അപ്പൻഡ് നമ്മൾ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ പോപ്പ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇതിൽ കുറവാണ് ഫംഗ്ഷൻസ്, ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ് ഈ അണ്ടർസ്കോർ ഉള്ളത്. അത് നമുക്ക് തൽക്കാലം ഉപയോഗിക്കുന്നതല്ല. ഇത്ര എണ്ണം മാത്രം ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രോഗ്രാമിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് മാത്രമാണ്, ഈ അപ്പൻഡ് മാത്രമാണ്. നമുക്ക് ചെയ്യാനുള്ള പ്രോഗ്രാമിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ അപ്പൻഡ് ആണ്. അതായത് ഒരു ലിസ്റ്റിലേക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാനുള്ളത്. ഇത്ര മനസ്സിലായോ? ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ y ഈക്വൽ ടു, ഞാൻ ഒരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യണം. y ഈക്വൽ ടു 1,
കോമ 2.1 കോമ സ്പാം കോമ ABCD ഇങ്ങനെ ചെയ്തു. y ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ കോളൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? എന്ത് പ്രിന്റ് ചെയ്യും? 1 എന്ന് മാത്രം പ്രിന്റ് ചെയ്യും. അതായത് ഈ ലിസ്റ്റില് എൻഡ് എന്താണ് കൊടുക്കുന്നത് അതിന് തൊട്ട് മുന്നേ ഉള്ള വേരിയബിൾ വരെ പ്രിന്റ് ചെയ്യുള്ളൂ. 1 എന്ന് പ്രിന്റ് ആവും. അപ്പോൾ എനിക്ക് 1, 2.1, സ്പാം എന്ന് വേണമെങ്കിൽ എന്ത് കൊടുക്കണം? ഈ ആദ്യത്തെ 3 പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് 3 പ്രിന്റ് ആവും? 3 കൊടുത്താൽ മതി. 0, 1, 2, 3 കൊടുക്കണം അല്ലേ? 3 കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിന്റ് ആവും. ഇതിന്റെ ഓർഡർ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്താ കൊടുക്കേണ്ടത്? ഇപ്പോൾ ഓർഡർ റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണ്ടേ? y ഡോട്ട് റിവേഴ്സ് കൊടുത്താൽ മതി. y പ്രിന്റ് ചെയ്യാൻ ഓർഡർ റിവേഴ്സ് ആയി പ്രിന്റ് ആയി. ഇനി ഇവിടെ എനിക്ക് 1, 2, 3 എന്നുള്ള ഒരു നമ്പർ ആഡ് ചെയ്യണം ഇതിലേക്ക്, ഈ ലിസ്റ്റിലേക്ക്. അതെങ്ങനെ ചെയ്തേ? അപ്പൻഡ് 1, 2, 3 കൊടുക്കണം. ഇത് മനസ്സിലായില്ല? ഇത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കൺസെപ്റ്റാണ് നെസ്റ്റിംഗ്. നെസ്റ്റിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് നെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ലിസ്റ്റിനുള്ളിൽ നമുക്ക് പല ഒബ്ജക്ട്സ് വെക്കാമെന്ന് പറഞ്ഞല്ലോ. ഇൻഡിജർ വെക്കാം, ഫ്ലോട്ട് വെക്കാം, സ്ട്രിങ് ഒക്കെ വെക്കാം. അപ്പോൾ അതിന് പകരം ഒരു ലിസ്റ്റിനുള്ളിൽ ഒരു ലിസ്റ്റ് നമുക്ക് വെക്കാം. അതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. L1 equal to സ്ക്വയർ ബ്രാക്കറ്റ് 1, 2, 3 കോമ W വേർഡ്. അതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരു ലിസ്റ്റ് കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 5, 6, 7 കോമ QWERT L1. ഇത് പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കിട്ടും? കണ്ടോ? ആദ്യത്തെ ഒബ്ജക്റ്റ് ഒരു നമ്പറാണ്, രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒരു സ്ട്രിങ് ആണ്, മൂന്നാമത്തെ ഒബ്ജക്റ്റ് ഒരു ലിസ്റ്റ് ആണ്. അപ്പോൾ ലിസ്റ്റിനുള്ളിൽ നമുക്കൊരു ലിസ്റ്റ് ഉപയോഗിക്കാം. ഈ ലിസ്റ്റിനുള്ളിലെ ലിസ്റ്റിൽ നമുക്ക് വീണ്ടും ലിസ്റ്റ് ഉപയോഗിക്കാം. അത് എത്ര വേണമെങ്കിലും അങ്ങോട്ട് ഉപയോഗിക്കാം. അതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് ഉപയോഗിക്കുന്നതിനാണ് നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇത് ലിസ്റ്റിൽ മാത്രമല്ല, ഈ ടപ്പിളിലും ഇനി ഡിക്ഷണറി പഠിക്കും, ഡിക്ഷണറിയിലൊക്കെ ചെയ്യാം. അതിനെ മൊത്തത്തിൽ പറയുന്നതാണ് നെസ്റ്റിംഗ് എന്ന് പറയുക. ഒരു ഒബ്ജക്റ്റിനുള്ളിൽ ആ ഒബ്ജക്റ്റ് തന്നെ ഉപയോഗിക്കുന്നതിനെയാണ് നെസ്റ്റിംഗ് എന്ന് പറയുക. അതുപോലെ ലൂപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഫോർ ലൂപ്പിനുള്ളിൽ വീണ്ടും ഒരു ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നതിനെ നെസ്റ്റിംഗ് എന്ന് പറയും. ഇതാണ് നെസ്റ്റിംഗിന്റെ കൺസെപ്റ്റ്. ഇനി ടപ്പിൾ എന്താണെന്ന് പറയാം. ടപ്പിൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. T ഈക്വൽ ടു റൗണ്ട് ബ്രാക്കറ്റിൽ എന്തൊക്കെ ഒബ്ജക്റ്റ് കോമയായിട്ട് കൊടുക്കുന്നോ അത് ഒരു ടപ്പിളായിട്ട് ഡിഫൈൻ ചെയ്യും. ഇവിടെ റൗണ്ട് ബ്രാക്കറ്റ് കൊടുത്തില്ലെങ്കിലും ഇതൊരു ടപ്പിളായിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുക. ഇതിലും നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാം. എത്ര ഒബ്ജക്ട്സ് ഉണ്ട്, നമ്പർ ഓഫ് ഒബ്ജക്ട്സിന്റെ ടപ്പിൾ കണ്ടുപിടിക്കാനാണ് ലെങ്ത് ഓഫ് T. ഇവിടെ 4 ആണ്.
അതുപോലെ തന്നെ സ്ട്രിങ്ങിൽ ഉണ്ടായിരുന്ന സ്ലൈസ് അതെല്ലാം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇൻഡെക്സിങ്ങും സ്ലൈസിങ്ങും എല്ലാം ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇവിടെ ടപ്പിൾ ഇമ്മ്യൂട്ടബിൾ ആണ്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ടി ഓഫ് 0 ഈക്വൽ ടു 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചേഞ്ച് ആവില്ല, അത് എറർ കാണിക്കും. സ്ട്രിങ് പോലെ തന്നെയാണ് ടപ്പിളും ഇമ്മ്യൂട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫങ്ഷൻസ് ഒന്നും ടപ്പിളിൽ വർക്ക് ആവില്ല. ഈ അപ്പ് എന്നുള്ള ഫങ്ഷൻ ഒന്നും ഇല്ല, അതിൽ ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഇതിൽ ഫങ്ഷൻസ് കുറവാണ്, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് കുറവാണ്. സ്ട്രിങ്സിൽ ചെയ്യാൻ പറ്റുന്ന അത് മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ഇൻഡെക്സിങ് സ്ലൈസിങ് ഒക്കെ മാത്രമേ ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒരു ചോദ്യം വരും, പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ടപ്പിൾ എന്തുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്? ലിസ്റ്റിന്റെ അത്രയും ഫങ്ഷൻസ് ഇല്ല, സ്ട്രിങ് പോലെ ഉള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. Why have a type that is like a list but support fewer operations കുറവാണ്. അങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം, ചില കേസിൽ പ്രോഗ്രാമിൽ നമ്മൾ ആദ്യം ഒരു സെറ്റ് ഓഫ് വാല്യൂസ് ഡിഫൈൻ ചെയ്ത് വെക്കും. അത് പ്രോഗ്രാമിൽ പിന്നെ താഴേക്ക് റൺ ചെയ്യുമ്പോൾ അത് ചേഞ്ച് ആകരുത്. അങ്ങനെ ചേഞ്ച് ആകാതിരിക്കണമെങ്കിൽ നമ്മളത് ടപ്പിളായിട്ട് ഡിഫൈൻ ചെയ്യണം. ലിസ്റ്റ് ആയിട്ടാണെങ്കിൽ അബദ്ധവശാൽ എന്തെങ്കിലും ഒരു കമാൻഡ് വന്നിട്ട് ആ ലിസ്റ്റ് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസിലാണ് ഈ ടപ്പിൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഫിസിക്സിന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറഞ്ഞ് ഒരു ടപ്പിൾ ഉണ്ടാക്കി, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിക്കുക. കോൺസ്റ്റൻസ് എന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻസ്, ഇപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, പൈയുടെ വാല്യൂ, അങ്ങനെയുള്ള കുറേ വാല്യൂസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ലിസ്റ്റിൽ പ്രോഗ്രാം റൺ ചെയ്ത് എവിടെയെങ്കിലും നമ്മൾ ഒരു വേരിയബിൾ നെയിം എന്തെങ്കിലും അറിയാതെ മാറി അത് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അത് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് ലിസ്റ്റ് ആണെങ്കിൽ. പക്ഷെ ടപ്പിൾ ആണെങ്കിൽ അത് ചേഞ്ച് ആവില്ല, ഒരു എറർ കാണിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സാധാരണ ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല, ലിസ്റ്റാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത് മനസ്സിലായല്ലേ? അപ്പോൾ ലിസ്റ്റും ടപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഈ 3 ഡിഫറൻസ് ഉണ്ട്. ഇതാണ് 3 മെയിൻ ഡിഫറൻസ്. ലിസ്റ്റ് ടപ്പിൾ ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഇത് എന്താണ് ഇതിന്റെ സിമിലാരിറ്റീസും ഡിഫറൻസസ്. അപ്പോൾ ഇതാണ് സിമിലാരിറ്റി, ഇതാണ്. ഇത് രണ്ടും ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിന്റെ ഒരു സ്പെസിഫിക് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒബ്ജക്ട്സിന്റെ ഒരു കളക്ഷനെയാണ് ലിസ്റ്റ് എന്നും ടപ്പിൾ എന്നും പറയുന്നത്. അത് ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് സപ്പോർട്ട് ചെയ്യും. ഒരു ഡേറ്റ ടൈപ്പ് തന്നെ ആവണമെന്നില്ല. അതാണ് അതിന്റെ സിമിലാരിറ്റി. ഡിഫറൻസ് എന്ന് പറയുന്നത് സിൻടാക്സിൽ ഡിഫറൻസ് ഉണ്ട്. ഡിഫൈൻ ചെയ്യുന്നത്, ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്ന സ്ക്വയർ ബ്രാക്കറ്റിലാണ്, ടപ്പിൾ ആണെങ്കിൽ റൗണ്ട് ബ്രാക്കറ്റിലാണ്. പിന്നെ മ്യൂട്ടബിലിറ്റിയിലാണ് വ്യത്യാസം. ലിസ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും, ടപ്പിൾ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ സൈസിൽ ഡിഫറൻസ് ഉണ്ട്. ടപ്പിൾ സ്മോൾ സൈസാണ്, ലിസ്റ്റ് ലാർജ് സൈസാണ്. അതുകൊണ്ട് തന്നെ ടപ്പിൾ ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോഗ്രാം കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ അത് സ്പീഡിന്റെ വ്യത്യാസം നമുക്ക് അറിയണമെങ്കിൽ വലിയ ലാർജ് കമ്പ്യൂട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ, വലിയ ടപ്പിളും വലിയ ലിസ്റ്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോൾ ആ വ്യത്യാസം, സ്പീഡിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതാണ് ഡിഫറൻസ്. പിന്നെ ലിസ്റ്റിൽ സ്ട്രിങ്ങിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. അത് കൂടാതെ ഈ കുറച്ചുകൂടെ ഓപ്പറേഷൻസ് ചെയ്യാം, അപ്പൻഡ്, ക്ലിയർ, കോപ്പി, കൗണ്ട്, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെസ്റ്റിംഗ് എന്ന് എന്താണെന്ന് പറഞ്ഞു. നെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റിനുള്ളിൽ വേറൊരു ലിസ്റ്റ് വരുന്നതിനാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ടപ്പിൾ, അത് സ്ട്രിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഓപ്പറേഷൻസ് ഇതിൽ ചെയ്യാം. പക്ഷെ അത് ഇമ്മ്യൂട്ടബിൾ ആയതുകൊണ്ട് അതിലെ ഒബ്ജക്ട്സ് ആഡ് ചെയ്യാനോ റിമൂവ് ചെയ്യാനൊന്നും പറ്റില്ല. ഇനി ഇതെന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ ഒരു സെറ്റ് ഓഫ് കോൺസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒരു ടപ്പിളായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഡിക്ഷണറി. ഈ ലിസ്റ്റ് ടപ്പിൾ പോലെ തന്നെ ഉള്ള ഒരു ഒബ്ജക്റ്റാണ് ഡിക്ഷണറി. ഇത് സ്ട്രിങ്ങും ലിസ്റ്റും ടപ്പിളും ഒരു ഓർഡേർഡ് സീക്വൻസ് ആണ്. അതായത് ഒരു സെല്ലുണ്ടാവും, അതിലൊരു നമ്പർ 0, 1, 2, 3 എന്നുള്ള നമ്പർ, ഒരു ഇൻഡെക്സ് ഉണ്ടാവും. ആ ഇൻഡെക്സ് അനുസരിച്ച് ഓർഡർ ചെയ്തിട്ടായിരിക്കും ഇത് ഒബ്ജക്ട്സ് അതിൽ സേവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഡിക്ഷണറി ഒരു
ഓർഡേർഡ് കളക്ഷൻ അല്ല. ഓർഡേർഡ് കളക്ഷൻ അല്ല, അത് അൺഓർഡേർഡ് ആണ്. അതാണ് ഒരു വ്യത്യാസം. ഡിക്ഷണറി ഈസ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഐറ്റംസ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് അൺഓർഡേർഡ് ആണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത് തിരിച്ചറിയാൻ വേണ്ടി ഒരു കീ വാല്യൂ പെയർ ആണ് ഉപയോഗിക്കുക. ഈ കേസിലൊക്കെ, ടപ്പിളിന്റെ കേസിലൊക്കെ നമ്മൾ ഒബ്ജക്ട്സ് 1, 2, 3 എന്ന് മാത്രമേ എഴുതത്തുള്ളായിരുന്നു. പക്ഷേ ഡിക്ഷണറിയുടെ കേസിൽ ഈ 1 എന്നുള്ള ഒബ്ജക്റ്റിന്റെ കൂടെ അതൊരു വാല്യൂ ആണ്. ആ വാല്യൂവിന്റെ കൂടെ ഒരു കീ കൂടെ നമ്മൾ കൊടുക്കും, അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ. ഈ കേസിൽ ഇതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കീ ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുണ്ട്, 0 ആണ്. അതാണ് ഇൻഡെക്സ്. അപ്പോൾ ടി ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 1 നമുക്ക് കിട്ടും. പക്ഷെ ഡിക്ഷണറിയുടെ കേസിൽ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 0 പോലെ ഒരു ഇൻഡെക്സ് നമ്മൾ കൊടുക്കും. ഇൻഡെക്സിനെയാണ് കീ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കി, ഡി ഈക്വൽ ടു ഡിക്ഷണറി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ കേർലി ബ്രാക്കറ്റിലാണ്. കേർലി ബ്രാക്കറ്റിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് ഡിക്ഷണറി. അപ്പോൾ ഇവിടെ ഒരു കീയും ഒരു വാല്യൂവും കൂടെ നമ്മൾ കൊടുക്കണം. അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന കീ എ ആണ്, അതൊരു കോളൻ ഇട്ടിട്ട് വാല്യൂ കൊടുക്കുക. 10 എന്ന വാല്യൂ, കോമ ബി കോളൻ ഇടുക 20. ബി എന്ന് പറഞ്ഞ കീയും വാല്യൂ. അപ്പോൾ നമ്മൾ ഡി സ്ക്വയർ ബ്രാക്കറ്റിൽ എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ഡി സ്ക്വയർ ബ്രാക്കറ്റിൽ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 20 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ഇൻഡെക്സ് ഇല്ല, ആ ഇൻഡെക്സ് കൂടെ നമ്മൾ കൊടുക്കണം. ആ കൊടുക്കുന്ന ഇൻഡെക്സിനെയാണ് നമ്മൾ കീ എന്ന് പറയുക. അപ്പൊ ഇതാണ് വ്യത്യാസം. ഇത് അൺഓർഡേർഡ് ആണ്. അപ്പോൾ ഓർഡർ അറിയാത്തത് കൊണ്ട് ഇൻഡെക്സ് ഇല്ല. ഇൻഡെക്സ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഒരു കീ കൊടുക്കണം ഇതിന്റെ കൂടെ, വാല്യൂവിന്റെ കൂടെ. അപ്പൊ നമുക്ക് ഏകദേശം 40 മിനിറ്റ് ആയി. ഞാനിത് സ്റ്റോപ്പ് ചെയ്തിട്ട് പുതിയൊരു ലിങ്ക് അയച്ചു തരാം.